നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. കുട്ടികൾക്ക് 2027 മെയ് 13 മുതൽ രക്ഷിതാക്കളുടെ സമ്മതം വേണം. സമൂഹ മാധ്യമ അക്കൗണ്ടാണ്. ഡിജിറ്റൽ വ്യക്തിഗത സുരക്ഷാ നിയമം വിജ്ഞാപനം ചെയ്തു. 18 വയസ്സ് താഴെയുള്ളവർക്ക് സമൂഹ മാധ്യമങ്ങൾ അടക്കമുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ അക്കൗണ്ടുകൾ തുടങ്ങുന്നതിന് 2027 മെയ് 13 മുതൽ രക്ഷിതാക്കളുടെ സമ്മതം വേണം. ഡിജിറ്റൽ വ്യക്തിവിവരങ്ങൾ സുരക്ഷ DPDP നിയമത്തിലെ ചില വകുപ്പുകൾ ഇന്നലെ മുതൽ പ്രാബല്യത്തിലായെങ്കിലും ഇതടക്കമുള്ള വ്യവസ്ഥകൾ അന്നാണ് പ്രാബല്യത്തിൽ വരിക. സാധാരണക്കാരെ ബാധിക്കുന്ന വ്യവസ്ഥകൾ നടപ്പാക്കാൻ 1.5 വർഷം വരെയെടുക്കും. നിയമമനുസരിച്ച് സമൂഹ മാധ്യമങ്ങൾ മുതൽ ബാങ്കുകൾ വരെ ശേഖരിക്കുന്ന വ്യക്തിവിവരങ്ങൾ എന്തിനു ഉപയോഗിക്കുന്നുവെന്ന് രേഖാമൂലം അറിയിക്കേണ്ടി വരും. ഈ വ്യവസ്ഥയും 2027 മെയ്യിലായിരിക്കും പ്രാബല്യത്തിലാകുക. വിദ്യാഭ്യാസ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് കുട്ടികളുടെ വ്യക്തിവിവരങ്ങൾ ഉപയോഗിക്കുന്നതിന് സ്ഥാപനങ്ങൾക്ക് ഇളവ് നൽകും. രക്ഷിതാവിൻ്റെ പ്രായം സർക്കാർ രേഖകൾ വഴിയോ ഡിജി ലോക്കർ വഴിയോ സമൂഹ മാധ്യമങ്ങൾ പരിശോധിക്കണമെന്നാണ് കരട് വ്യവസ്ഥ. 2027 മെയ് മുതൽ ഉപഭോക്താവ് തുടർച്ചയായി 3 വർഷം സമൂഹ മാധ്യമ അക്കൗണ്ട് അടക്കമുള്ളവ ഉപയോഗിക്കാതിരുന്നാൽ ആ വ്യക്തിയുടെ നിശ്ചിത വിവരങ്ങൾ നീക്കം ചെയ്യണം. 3 വർഷം തികയുന്നതിന് 48 മണിക്കൂർ മുൻപ് ഉപഭോക്താവിന് മുന്നറിയിപ്പ് നൽകണം. കൊമേഴ്സ് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾക്കും ഇത് ബാധകമാണ്. വ്യക്തി വിവര സുരക്ഷാ ബോർഡ്. വിവര സുരക്ഷ ഉറപ്പാക്കാൻ ചുമതലയുള്ള ഡിജിറ്റൽ വ്യക്തിവിവര സുരക്ഷാ ബോർഡ് ഇന്നലെ വിജ്ഞാപനം ചെയ്തു. ഡൽഹിയിലായിരിക്കും ആസ്ഥാനം. 4 അംഗങ്ങൾ ഉണ്ടാവും. സിവിൽ കോടതിക്ക് തുല്യമായ അധികാരം ഉണ്ടായിരിക്കും. വ്യക്തികളെ വിളിച്ചു വരുത്തുവാനും രേഖകളും കമ്പ്യൂട്ടറുകളും പരിശോധിക്കുവാനും അവകാശമുണ്ടായിരിക്കും. ബോർഡിൻ്റെ തീരുമാനത്തിനെതിരെയുള്ള അപ്പീൽ നൽകേണ്ടത് ഹൈക്കോടതിയിലാണ്. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.